ഒരു ലഹരിക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധ ജാലയാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേകിച്ച് ഒരു 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 സംഘടനയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ അല്ല ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കൂട്ടം നമ്മുടെ നാട്ടിൽ ഇതിനെതിരെയൊക്കെ ചിന്തിക്കുന്ന നല്ലവരായ കുറേ യുവജനങ്ങളും സഹോദരങ്ങളുമാണ് ഇന്ന് ഈ പ്രതിഷേധജാലയിൽ പങ്കെടുത്തത്. എല്ലാവരെയും ഈ നാടിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മയ്ക്കെതിരെ നമ്മളെല്ലാവരും ശക്തമായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. പല സംഭവങ്ങളും ഇന്ന് എടൂരിൻ്റെ മണ്ണിൽ ഇന്ന് വൈകിട്ട് നടന്നിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതിനെതിരെയൊക്കെ എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് പോരാടാം. ഈ പരിപാടിക്ക് വേണ്ടി ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് വികാരിയത്തിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ള എടൂർ നിവാസികളെ, നമുക്കറിയാം ഇന്ന് സാധാരണമായ ഒരു സംഭവം എടൂർ വെച്ച് നടന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ മാർക്കറ്റിൽ കഞ്ചാവ് ഉണ്ടെന്നറിഞ്ഞ് റെയ്ഡ് നടക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. നമുക്കറിയാം ഈ ഒരു കഞ്ചാവ് നിരോധിത പ്രദേശമാണ്. അതായത് നമുക്കറിയാം ഈ ഒരു ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം ഈ ഒരു മാസങ്ങളായിട്ട് ഈ വർഷങ്ങളായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾക്ക് വളരെ സങ്കടവും അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് അപ്രകാരം നമ്മുടെ ഈ ഒരു എടൂർ ഈ ജനവാസം ഈ ഒരു ടൗണിൽ നടന്നിരിക്കുകയാണ്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. ഈ ഒരു ആൾക്കൂട്ടം അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ്. നമ്മൾ കഞ്ചാവിന് മയക്കുമതിനെതിരെയായിട്ട് നമ്മൾ സംഘടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലഹരിക്കെതിരെ നമ്മൾ ഒത്തുചേരേണ്ടതുണ്ട്. ഈ ഒത്തുചേരുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ചേർന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് ഈ ഒരു എടൂർ ടൗണിൽ നമ്മൾ കാണിച്ചത്. അതുകൊണ്ട് ഈ ഒരു ലഹരി വിമുക്ത എടൂർ മേഖലയായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സംഘടനയോ അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി ഇറങ്ങി തിരിച്ച നല്ലവരായ എല്ലാവരെയും നാട്ടുകാരെയും യുവജനങ്ങളെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് വീണ്ടും പ്രതിഷേധിക്കാം. ഈ ഒരു ലഹരി വിമുക്ത കേരളത്തിനായിട്ട്, ലഹരി വിമുക്ത എടൂരിനായിട്ട് നമുക്ക് അണിചേരാം, പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവർ, ഈ പരിപാടിക്ക് പ്രതിഷേധം നന്ദി അർപ്പിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട ബിപിൻ തോമസ്, പ്രിയപ്പെട്ട അഭിലാഷച്ച, ഇവിടെ കൂടിയിരിക്കുന്ന എടൂരിൻ്റെ ശബ്ദമായിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഏതാണ്ട് ഈ ലഹരി ഇപ്പോൾ എടൂരിനെ സംബന്ധിച്ച് നമ്മൾ പുറമേയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എടൂര് പിടിക്കപ്പെട്ടപ്പോൾ എടൂരിൻ്റെ ഹൃദയമാണ് തേങ്ങിയത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എടൂരിൻ്റെ പൗരാവലി, എടൂരിലെ ജനം ഒരു നിമിഷങ്ങൾ കൊണ്ട് ഈ പ്രതിഷേധ ജ്വാല കഴിഞ്ഞപ്പോൾ ഈ ജ്വാല നമ്മുടെ എടൂരിൻ്റെ ഒരു പ്രതിഷേധമായി, എടൂരിൻ്റെ ശബ്ദമായി എല്ലാവരും കൂടി ഈ ലഹരിക്കെതിരെയുള്ള ഒരു റാലി, ഒരു പ്രതിഷേധ ജ്വാല നടത്തുവാൻ ഇവിടെ നിമിഷങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും എടൂരിൻ്റെ ശബ്ദമായി ഈ ഒരു പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിക്കാതെ മുൻപോട്ട് ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ വലിയൊരു തീജ്വാല ഇവിടെ കത്തി തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു വലിയ പോരാട്ടത്തിന് എടൂർ നാട് തുടക്കം കുറിക്കുകയാണ്. ഈ നാടിൻ്റെ ഇതിൽ കണ്ണികളാകാൻ ഇനി ഒരുപാട് ആളുകൾ എത്തിച്ചേരും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ നമ്മുടെ മക്കളെ, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന നല്ല മിടുക്കരായ ആ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് എടൂർ നാടിന്, എടൂരിൻ്റെ പൗരാവലി, എടൂർ ഇടവകയോട് ചേർന്ന് എടൂരിൻ്റെ ജാനാജാതി മതസ്ഥരോട് ചേർന്ന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാവരും ഇതിൽ എത്തിച്ചേർന്ന് ഈ തുടക്കത്തിന് എത്തിച്ചേർന്ന് മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളും ഇതിൽ കൂടി പരിപാടിക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.